കോഴിക്കോട് വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപക ക്രമക്കേടെന്ന മുസ്ലിം ലീഗ്. മാറാട് 49-ാം നമ്പർ കെട്ടിടത്തിൽ 327 വോട്ടർമാരുടെ പേരാണ് ലിസ്റ്റിലുള്ളത്. CPIM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പേരിലാണ് വോട്ടുകൾ അനുവദിച്ചതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. കൊമേഴ്ഷ്യൽ കെട്ടിട നമ്പറിൽ മാറാട് 327 പേർക്ക് വോട്ടുകൾ അനുവദിച്ചതിനു പിന്നിൽ CPIM ആണെന്ന് ലീഗിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിനോട് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പരാതികൾ നൽകിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നില്ലെന്നും MK മുനീർ പറഞ്ഞു. അതായത് നമുക്ക് മൊത്തത്തിൽ ഇന്ത്യയിൽ തന്നെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തകരുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തോട് പോലും സംശയത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ? അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ കേരളത്തിലും നമ്മൾ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സിസ്റ്റം എന്ന് പറയുന്നതിനോടുള്ള ജനങ്ങളുടെ വിശ്വാസമല്ലേ നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് ഗൗരവമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ എത്രയോ പ്രാവശ്യം പരാതി കൊടുത്തതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്, പക്ഷെ അതൊന്നും നടപ്പിലാകുന്നില്ല. ഇത് വേറെ ഏതോ ഒരു നിയന്ത്രണം ഇതിൻ്റെയൊക്കെ മുകളിലുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. പൂത്തൂരിലെ 500-ാം നമ്പർ വീട്ടിലുള്ളത് 320 വോട്ടർമാരാണ്. ഇത്തരത്തിൽ 200-ലധികം വോട്ടർമാരുള്ള നിരവധി വീട്ടുനമ്പറുകൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. 2 വോട്ടർമാർ വീതമുള്ള 599 ID കാർഡ് നമ്പറുകളും 6 വോട്ടർമാർ വീതമുള്ള 4 ID കാർഡ് നമ്പറുകളും വിലാസവും വീട്ടുനമ്പറും ഫോട്ടോയും ഒരേപോലെയുള്ള 1408 ഇരട്ട വോട്ടുകളും പട്ടികയിലുണ്ട്. ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി തെറ്റുകൾ തിരുത്തി അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്തിറക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് CPM-ന്റേതെന്ന് MK മുനീർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.